അതിഥി തൊഴിലാളികളെ സർക്കാർ കേരളത്തിൽ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്നു എന്ന് തന്നെയാണ് പലപ്പോഴും ഉയരുന്ന ആക്ഷേപവും ആരോപണവും. എന്നാൽ അതിൽ ദൂഷ്യഫലങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. ദൂഷ്യഫലങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പെരുമ്പാവൂരിൽ നടന്ന പ്രതിഷേധം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ പ്ലൈവുഡ് ഫാക്ടറികളിൽ ജോലി ചെയ്യാനെത്തി തുടങ്ങുകയും പിന്നീട് വിവിധ തൊഴിലാളികളുമായി എത്തുകയും ചെയ്ത ഭായിമാർ അസാൻമാർഗിക പ്രവൃത്തിയുടെ വിളഭൂമിയാക്കി പെരുമ്പാവൂരിനെ മാറ്റുന്നതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചതാണ് കഴിഞ്ഞ ആഴ്ച കേരളം കണ്ടത്. ഇനി ഇവിടെ കഞ്ചാവും പെണ്ണും അനുവദിക്കില്ല എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചാണ് തദ്ദേശീയർ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കപ്പെടുന്ന ഭായിമാർക്കെതിരെ പ്രതിഷേധിച്ചത്. ഇതോടെ ഈ പ്രദേശത്ത് നാട്ടുകാരും അതിഥി തൊഴിലാളികളും തമ്മിൽ വലിയൊരു സംഘർഷം നിലനിൽക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പരാതിയിൽ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതോടെ നാട്ടുകാർ കൂടുതൽ പ്രക്ഷുബ്ധരാണ്. നാട്ടുകാർ അക്രമാസക്തരായതോടെ കണ്ടന്തറയിൽ പഞ്ചായത്ത് അധികൃതരും എക്സൈസ് അധികൃതരും പാഞ്ഞെത്തി. വാഴക്കുള വെങ്ങോല പഞ്ചായത്ത് അധികൃതരാണ് പരിശോധനയ്ക്ക് എത്തിയത്. സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ നാട്ടുകാരെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും വിളിച്ചു ചേർത്ത് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഇവിടെ ലഹരി വ്യാപനം കൂടുതലാണ്. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കുകയില്ല. 2023, 24, 25 വർഷങ്ങളിൽ ലഹരി ഉപയോഗം നേരെ ഇരട്ടിയായി വർദ്ധിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ലഹരി വ്യാപനത്തിനും പെൺവാണിഭത്തിനും എതിരെയാണ് ജനങ്ങൾ പോരാടിയത്. ഇതിന് പിന്തുണ നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് വിശ്വാസമില്ല.